ഈ ശ്രീനന്ദയെ കാണാതായി എന്ന് പറയുന്ന സമയം വളരെ പ്രധാനമാണ്. 5:30 മണി സമയമാണ്. നമുക്കറിയാം, ഒരു മലനിരകളിലോ മലനിരകളുടെ താഴ്വരകളിലോ 5:30 മണി സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞിന്റെയും ഇരുട്ടിന്റെയും ഒക്കെ ഒരു അവസ്ഥയിലേക്ക് പോകും. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാൽ അതിലേക്ക് പോകും. അപ്പോൾ 5:30 മണി സമയത്ത്, അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ട്രെക്കിംഗ് സ്ഥലങ്ങളിൽ കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് മാത്രമേ, സമയക്രമം പാലിച്ചുകൊണ്ട് മാത്രമേ ആളുകൾ അകത്തേക്ക് വിടുകയുള്ളൂ. അത് ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ, നന്ദയുടെ മൃതദേഹം കിട്ടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂറിന് മുമ്പാണ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ മൃതദേഹത്തിന് പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും. ഇത് അപ്പോൾ തന്നെ താഴെ വീണതാണോ, തന്നെത്താനെ വീണതാണോ, അല്ലെങ്കിൽ ഇതിനെ കൊണ്ടിട്ടതാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ശ്രീനന്ദയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവ്, എന്തെങ്കിലും മുറിവോ പാടോ ഒക്കെ ഉണ്ടോ, ആ മുറിവുകളുടെയും പാടുകളുടെയും സ്വഭാവം എന്താണ് എന്നൊക്കെ ഉള്ള. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു കാണാൻ സൗന്ദര്യമൊക്കെ ഉള്ള 15 വയസ്സായ പെൺകുട്ടിയാണ്. പ്രത്യേകിച്ച് അവിടെ ഡോഗ് സ്ക്വാഡ് പോയി, ഞാൻ അറിയുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഡോഗ് സ്ക്വാഡ് പോയി അവിടെ ഒരു കടയിൽ അവിടെ നിന്നിരിക്കുന്നു. ഈ സംഭവം കഴിഞ്ഞ് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ കടകളെല്ലാം അടച്ചിട്ട് പോകുന്നു. സാധാരണയാണ് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. പ്രാദേശികമായി അറിയാമെന്നുള്ള ആളുകളാണ് കടക്കാർ. അപ്പോൾ അവരും കൂടി ചേർന്ന് പരിശോധിക്കുന്നതിന് പകരം കടക്കാർ അവിടെ അടച്ചിട്ട് പോകുന്നു. അവിടുത്തെ ഭിക്ഷാടനം നടത്തി താമസിക്കുന്ന വീട്ടുകാർ ഇന്ന് സഹകരിക്കുന്നില്ല. അപ്പൊ വളരെയധികം ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത്. അപ്പോൾ 10-70 മണിക്കൂർ, അതായത് വീണു എന്ന് പറയുന്ന 5:30 മണിക്ക് വീണിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീണതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ അതിനാവശ്യമായ ആ കാട് പോലുള്ള സ്ഥലങ്ങളിൽ, ചിക്കമംഗളൂർ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരു സമയം വളരെ കൃത്യമാണ്. ഇപ്പൊ നമ്മൾ കുടജാദ്രിയിൽ 2:30 മണിക്ക് ശേഷം നമുക്ക് കയറാൻ പറ്റത്തില്ല. കാരണം 2:30 മണിക്ക് കയറിയാൽ 4 മണിക്കകത്ത് തിരിച്ചിറങ്ങണം. അങ്ങനെ സ്ഥലം വെച്ച് സമയം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നോക്കാതെ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി സെൽഫി എടുത്തു എന്നൊക്കെ പറയുമ്പോ അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ബന്ധുമിത്രാദികളൊക്കെ തലങ്ങും വിലങ്ങും ആണുങ്ങളൊന്നും ഇല്ലാതെ പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി എടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് കാണാതാവുന്നു. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ഡെഡ് ബോഡി കിട്ടുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോ അതിനകത്ത് ഒരു വിളി പോലും വിളിക്കാതെ, പ്രത്യേകിച്ച് കാട്ടിനകത്ത് നിന്ന് കുട്ടി അപകടപ്പെട്ട് താഴേക്ക് മാറുമ്പോൾ ഒരു വിളി പോലും വിളിക്കാതെ, അയ്യോ എന്നെങ്കിലും ഒരു വിളി പോലും വിളിക്കാതെ താഴേക്ക് പോയെങ്കിൽ അതൊക്കെ വളരെ വളരെ ദുരൂഹമായ ഒരുപാട് സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇത് മാത്രമല്ല, ഇത് നേരെ 1500 അടി താഴത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് അങ്ങനെ അത്രയും പോകാൻ സാധ്യത, ഒറ്റയടിക്ക് ഒരു പൊടിയിൽ വീഴും പോലെ പോയിരിക്കുകയാണ്. അവിടുത്തെ ഭൂമിശാസ്ത്രം സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇടയ്ക്ക്. അപ്പൊ ആ തടസ്സങ്ങളെല്ലാം മാറിയിട്ട് കറക്റ്റ് 1500 അടി താഴ്ചയിൽ എത്തണമെങ്കിൽ കുറെ അധികം ദുരൂഹതകൾ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചയാണ്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഇത്തരം പ്രദേശങ്ങളിൽ ആളുകളെ പോകുമ്പോൾ അവിടെ കൃത്യമായ, ഇപ്പൊ നമ്മൾ കടൽ തീരത്ത് ചെല്ലുമ്പോൾ റഫ് സീ ആണെങ്കിൽ മിക്കവാറും അവിടെ ഗാർഡ് കാണും. തീരദേശത്ത് കോസ്റ്റൽ ഗാർഡുകാർ കാണും. അല്ലെങ്കിൽ അവിടെ നമ്മൾ അങ്ങോട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ സൗകര്യങ്ങൾ കാണും. പക്ഷെ ഈ വനത്തിലേക്ക് പോകുമ്പോൾ അത് ഒരിക്കലും കാണുന്നില്ല. 5:30 മണിക്ക് ശേഷമാണ് ഈ പുരുഷന്മാരൊക്കെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അവർ എത്ര മണിക്കായിരിക്കും തിരിച്ചു കയറി വരുന്നത്? അത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. നമ്മുടെ ഇതുപോലത്തെ പ്രദേശങ്ങളിൽ അകത്തേക്ക് പോകുന്ന സമയവും പുറത്തിറങ്ങേണ്ട സമയവും കൃത്യമായി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയും അത് പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതിനുള്ള ലോക്കൽ ഗാർഡുമാരില്ലാതെ ഇരിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ചിക്കമംഗളൂർ ആയതായാലും എവിടെയായാലും പ്രാദേശികമായി ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ആളുകൾക്ക് ഗൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ലോക്കൽ ഗാർഡും ഒക്കെ വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ട്രെക്കിംഗ് സ്ഥലങ്ങളിൽ. പക്ഷെ അതൊന്നും ഇല്ല എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ഒരു ഈ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുകയാണ്. പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരിടത്ത് നിന്ന് സെൽഫി എടുത്തു എന്നൊക്കെ പറയുന്നത്, വേറെ ആരും എടുത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് കുറച്ച് ദുരിതമായിരിക്കും. അങ്ങനെ പോയി നിൽക്കുമോ? കാരണം രണ്ടുപേരെങ്കിലും ഒന്നിച്ചല്ലേ പോകാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാന ഒരു സംശയമായി നിൽക്കുന്നത്. ആ കുട്ടി ഒറ്റയ്ക്ക് പോകുമോ എന്നുള്ള സംശയം തന്നെയാണ് അവിടെ അവശേഷിക്കുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അതായത് കുടകിൽ കഴിഞ്ഞ ആഴ്ച കാണാതായ, ഒരാഴ്ച പോലും ആകുന്നില്ല, ശരണ്യ എന്നൊരു പെൺകുട്ടി ട്രക്കിങ്ങിനിടയിലായിരുന്നു കോഴിക്കോട് സ്വദേശിനിയെ കാണാതായത്. പിന്നീട് വളരെ ഊർജിതമായി തിരച്ചിൽ നടത്തി രക്ഷപ്പെടുത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതും കർണാടകയിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അഡ്വഞ്ചർ ടൂറിസം, ട്രക്കിംഗ് എന്നീ മേഖലകളിലൊക്കെ തന്നെ വലിയ അപകടം ഒരു ഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ പ്രാദേശിക സർക്കാരും ഭരണകൂടവും ഒക്കെ തന്നെ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ എന്തൊക്കെയാണ്? ഇനി ഇതൊക്കെ ആവർത്തിക്കാതിരിക്കാൻ, ഇത്തരം അനാസ്ഥ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിക്കണം? പ്രധാന പ്രശ്നം നിങ്ങൾ ധർമ്മസ്ഥൽ, ഇതുപോലെ നല്ല പ്രശ്നമുള്ള സ്ഥലമാണ് ഈ ധർമ്മസ്ഥലം ചിക്കമംഗളൂർ ആയാലും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കും, ഭിക്ഷാടനക്കാർ താമസിക്കുന്നു,
അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പൊ ടൂറിസ്റ്റ് പ്ലേസിൽ ഭിക്ഷാടനക്കാർ വന്ന് താമസിക്കുന്നു, ഗഞ്ചാവിന്റെ മാഫിയ അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊന്നും നോക്കാൻ ഒരു സംവിധാനമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഗാർഡുകൾ, അതാ ഞാൻ പറഞ്ഞ എല്ലാ ടൂറിസ്റ്റ് പോയിന്റുകളിലും, പ്രത്യേകിച്ച് വെള്ളച്ചാട്ടം അതുപോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള ടൂറിസ്റ്റ് പോയിന്റുകളിൽ ചെറിയ ഫീസ് വാങ്ങിയാലും കുഴപ്പമില്ല, ജനങ്ങളിൽ നിന്ന് ചെറിയ ഫീസ് വാങ്ങിയാലും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ, അതുപോലെ സെൽഫി എടുക്കുന്നതിന് ഏതെങ്കിലും പോയിന്റിൽ നിന്ന് സെൽഫി എടുക്കാനൊന്നും അനുവദിക്കാൻ പാടില്ല. കാരണം ഇത് കാടാണ്. ഇത് ഈ പറഞ്ഞ പോലെ കാലൊന്ന് തെറ്റിയാൽ ഇപ്പൊ സ്വാഭാവിക മരണമാണെന്ന് വിചാരിക്കുക, കാല് തെറ്റി വീണാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ദുരൂഹത നിന്നിട്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തിലുള്ള ദുരൂഹതകൾ വരുന്നത് കൂടി പരിഗണിച്ചുകൊണ്ട് വളരെ കൃത്യമായ സൈൻ ബോർഡ് വെക്കുകയും കൃത്യമായ ദിശകൾ കാണിക്കുന്ന സംവിധാനങ്ങൾ കാട്ടിലുണ്ടാവുകയും ലോക്കൽ ഗാർഡുകൾ ഉണ്ടാവുകയും ഗൈഡ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അങ്ങനെ ആ കാടിൽ ഇറങ്ങിയാൽ ഏതൊക്കെ തരത്തിൽ ഒരു സ്ഥലത്ത് പോയാൽ വെള്ളച്ചാട്ടം അതുപോലെ കണ്ടാൽ എങ്ങനെ തിരിച്ചു വരാം, വിവിധ റൂട്ടുകൾ എന്താണ്. ഒരു ഇറക്കം കണ്ടാൽ ചിലപ്പോൾ അത് നമ്മൾ തെറ്റിപ്പോവും, അങ്ങോട്ട് കയറി പോകുന്ന അതേപോലെ ചിലപ്പോൾ ഇറങ്ങി വരാൻ പറ്റത്തില്ല. നമ്മൾ ഒരുപോലെ കിടക്കും, കാടിനകത്താണ് പല സ്ഥലം ഒരുപോലെ കിടക്കും. അല്പം ഇറങ്ങി കഴിഞ്ഞായിരിക്കും നമ്മൾ അറിയുന്നത്, പിന്നെ തിരിച്ചു കയറാൻ. അതാണ് ശരണ്യക്ക് പറ്റിയത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ട്രെക്കിങ്ങിനും കാട്ടിനകത്തുള്ള സംവിധാനത്തിന് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പുരുഷന്മാരില്ലാതെ സ്ത്രീകൾ ഒറ്റയ്ക്ക് പെൺകുട്ടികൾ പോകാൻ അനുവദിക്കരുത് എന്നൊക്കെ ഉള്ള വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞു തന്നെ ഇരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.